ഏപ്രിൽ മാസം 29-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. രക്ഷയുടെ സുവിശേഷം പഠിപ്പിക്കുവാൻ, നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് ഞാൻ വ്യക്തിപരമായി നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 2-ാം അധ്യായം, അതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായിരിക്കാൽ ഞങ്ങൾ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. പുത്രനെ അയക്കുക മാത്രമല്ല, പുത്രൻ ആരെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പുത്രൻ ചെയ്ത കാര്യങ്ങൾ, അവൻ്റെ മനുഷ്യാവതാരത്തിൽ, അവൻ്റെ ദൈവീകത്വത്തിൽ, മനുഷ്യത്വത്തിൽ രണ്ടും കൂടി യോജിച്ചുള്ള മനുഷ്യാവതാരത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, പാപപരിഹാരം എന്നുള്ള വലിയ വിഷയത്തെക്കുറിച്ചെല്ലാം ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ സഹായിക്കണം. ഈ നാളുകളിൽ അന്ത്യകാലത്ത് വഞ്ചനയുടെയും മറ്റു പലരെയും തെറ്റിക്കാൻ തക്കവണ്ണം വിശ്വാസ സമൂഹം തന്നെ അത് പിന്മാറിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു വന്നത് അതിൻ്റെ 1-ാം അധ്യായമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതിൽ നമ്മൾ പഠിച്ച വിഷയം ദൈവം സംസാരിച്ചു എന്നുള്ളതാണ്. ഗോഡ് സ്പോക്ക്. ദൈവം മനുഷ്യരോട് സംസാരിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി എങ്കിൽ അത് എത്രയോ പ്രാധാന്യമുള്ളതായിരിക്കണം. ദൈവം നേരിട്ട് സംസാരിക്കുക മാത്രമല്ല, ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രനിലൂടെ അവൻ സംസാരിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ ദൈവം ഭാഗമായിട്ടും ഇതുമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരെ അരുളി ചെയ്തിട്ട്, ഇവിടെ അരുളി ചെയ്തു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, സ്പീക്കിംഗ് എന്നുള്ളത്. കാരണം ദൈവം കാര്യങ്ങൾ പറയുമ്പോൾ രാജാതിരാജാതും കർത്താവും സൃഷ്ടാവുമായി ദൈവത്തെക്കുറിച്ച് പറയും. അതുകൊണ്ട് അരുളി ചെയ്തു എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം ഭാഗത്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യും. അപ്പോൾ അന്ത്യകാലം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവോടുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും
സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകെ കൊണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത. അവൻ്റെ ദിവ്യത്വം എന്താണ്? ഡിയറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അവൻ്റെ ദൈവികത്വം. എന്നിട്ട് പറയുകയാണ് ആകെ കൊണ്ട് ഈ പറഞ്ഞ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും അതിൻ്റെ ശക്തിയുള്ള വചനത്തിലൊക്കെ വഹിക്കുന്നവൻ ആകെ കൊണ്ട്. ഈ പുത്രനാണ് എന്ത് ചെയ്തത്? പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നാം പഠിച്ചു വരുന്നത്, നമ്മുടെ പീഡാനുഭവ ആഴ്ച കഴിഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച, ദുഃഖശനിയാഴ്ച, ഉയർപ്പ് ഞായറാഴ്ച, തുടർന്ന് 40 ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അതിനുശേഷം അപ്പസ്തലന്മാർ വഴി നമുക്ക് സുവിശേഷം നമ്മളെ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്? പൂർണ്ണമായും പരിപൂർണമായും ഒരിക്കലായി ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റാത്ത വിധം പരിപൂർണ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ഇന്നതിൻ്റെ മഹിമയിലേക്ക് കടന്നിരിക്കുകയാണ്. ആ മഹത്വമുള്ള കർത്താവിനെ നാം പിൻപറ്റണം എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനായിട്ട് പിൻപറ്റണമെങ്കിൽ ഈ മഹിമയിലേക്ക് പ്രവേശിച്ച, പാപപരിഹാരം ചെയ്ത് മഹത്വത്തിലേക്ക് കടന്ന ആ കർത്താവിൽ നമ്മൾ വിശ്വസിക്കണം. അത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് നാം ഇന്ന് വായിക്കാൻ ഈ 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനുള്ള കാരണം, നമ്മുടെ വിശ്വാസം, പ്രത്യേകിച്ച് രക്ഷയെ സംബന്ധിച്ച വിശ്വാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് നമുക്ക് വിട്ടുപോകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് നാം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, വേദപുസ്തകത്തിലെ തിരുവചനങ്ങളിലെ 66 പുസ്തകങ്ങളിൽ നിന്ന് അവർ ഉണ്ടാക്കിയ വിശ്വാസ പ്രമാണങ്ങൾ, ഉണ്ടാക്കിയവർ തന്നെ അതിനെ ഇന്ന് അവിശ്വസിക്കുകയും അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം, തിരുവചനത്തിൽ നിന്നുള്ള ക്രിസ്തീയ വിശ്വാസം, അതിൽ ക്രിസ്തു ആര് എന്നുള്ളത്, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, ഹിസ് പേഴ്സൺ ആൻഡ് ഹിസ് വർക്ക്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഈ ക്രിസ്തു ഇനി നമുക്കായിട്ട് ദൈവപിതാവിൻ്റെ പദ്ധതി പ്രകാരം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതും പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. അത് ക്രിസ്തുവാണ് ചെയ്യുന്നത്, മനുഷ്യരല്ല. നാം അത് വിശ്വസിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഈ നാളുകളിൽ വിശ്വാസത്യാഗത്തിൻ്റെ നാളുകളാണ്. അത് മുകളിലാണ് തുടങ്ങുന്നത്. സാധാരണ പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ഇരിക്കുന്ന, കുർബാന കാണുന്ന, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവരല്ല ഇന്ന് പ്രശ്നക്കാർ. അതിൻ്റെ നടത്തിപ്പുകാരാണ്. അത് നമുക്കറിയാം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വത്തിക്കാൻ എന്ന് പറയുന്നൊരു രാഷ്ട്രത്തിലാണ്. വത്തിക്കാൻ, എ നേഷൻ കോൾഡ് വത്തിക്കാൻ. അതിൻ്റെ ഹെഡാണ്, തലപ്പൊക്കത്തിരിക്കുന്നവനാണ് പിതാവ് എന്ന് അവർ വിളിക്കുന്ന പോപ്പ് എന്ന് പറയുന്ന ആ വ്യക്തി. അദ്ദേഹം അവരുടെ വിശ്വാസമനുസരിച്ച് തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് വേദം പരിശോധിക്കേണ്ടത്. അദ്ദേഹം അവിടെ ഇരുന്ന് തനിക്ക് ബോധ്യമായ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ ബോധവാന്മാരാകുകയും നമ്മുടെ രക്ഷയെ സംബന്ധിച്ച വിശ്വാസത്തിൽ നാം നിലകൊള്ളുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള വിഷയമാണ്. നാം കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ നമ്മളിതിനെ ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെ വിശ്വാസ പ്രമാണം, അത് നാം ഉരുവിടുന്നു, അത് മനഃപ്പാഠമാക്കുന്നു. അതിൽ നിസിയൻ ക്രീഡ്, അതിൻ്റെ 1500 വർഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ മൾട്ടിമീഡിയയിൽ നിന്ന് നമുക്ക്
അത് കാണാൻ പറ്റി, അതിനെ കേൾക്കാൻ പറ്റി. ഇന്ന് സർവ്വമതങ്ങളും ചേർന്ന് ദൈവത്തെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ യാതൊരു അബദ്ധമായ വ്യത്യാസങ്ങളുള്ള സഭകളോട് തന്നെ ചേർന്ന് ഇന്ന് അവരുടെ അജണ്ട, മേൽക്കോയ്മയിലുള്ളവരുടെ അജണ്ട നടപ്പാക്കാൻ തക്കവണ്ണം ഇന്ന് വിശ്വാസത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നിസിയൻ ക്രീഡിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ പ്രത്യേകിച്ച് വായിക്കുന്ന എബ്രായ ലേഖനത്തിലും ആയിട്ട് അത് പ്രസക്തമായ ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിസിയൻ ക്രീഡ് വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഏക കർത്താവും യേശു ക്രിസ്തുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവും യേശു ക്രിസ്തു, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, വൺ ലോർഡ്, ഏക കർത്താവും ആയ യേശു ക്രിസ്തുവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് വിശ്വാസത്തിൽ ഈ യേശു ക്രിസ്തു ആരാണ്? ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആരാണ് എന്നുള്ളത് അവനെക്കുറിച്ച് പറയുന്നത് ഓൺലി സൺ ഓഫ് ഗോഡ്, അവൻ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. രണ്ടാമതായിട്ട് അവൻ നിത്യമായി പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. അതുമാത്രമല്ല, പിന്നീട് അതിൻ്റെ താഴെ പറയുന്നത് അവൻ പിതാവിൽ ജനിച്ചവനാണ്, ഉണ്ടാക്കപ്പെട്ടവനല്ല. ഇതെല്ലാം ഈ സഭാപിതാക്കന്മാർക്ക് അന്ന് ഇതുണ്ടാക്കിയപ്പോൾ അത് എവിടെ നിന്ന് ലഭിച്ചു? തീർച്ചയായും വേദപുസ്തകത്തിൽ നിന്ന് ലഭിച്ചാണ്. അത് നമ്മുടെ എബ്രായ ലേഖനത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും എടുത്തിട്ടാണ്. എന്നാൽ ഈ വേദഭാഗങ്ങളിൽ നിന്ന് ആണ് എന്നുള്ള അതിൻ്റെ നോട്ട്സ് നമുക്കില്ല, അതാണ് പ്രശ്നം. എന്നാൽ ഓരോ ഭാഗത്തും ഇപ്പം നമ്മൾ വെസ്റ്റ് മിനിസ്റ്റർ കൺഫെഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോ പ്രഖ്യാപനങ്ങൾക്കും ദൈവവചനത്തിൻ്റെ കൊട്ടേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു കൊട്ടേഷൻ ഈ നിസിയൻ ക്രീഡിന് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിരിക്കാം കേട്ടോ, എനിക്കറിയത്തില്ല അത്. എന്നാൽ സാധാരണ നമ്മൾ വായിച്ചു വരുന്ന, നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കുന്നതിന് ഈ അനോട്ടേഷൻസ് ഇല്ല എന്നുള്ളത് ദുഃഖകരമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ നയിക്കുക. നമ്മൾ ഈ പറയുന്ന വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഒരാളേ ഉള്ളൂ, അത് വൺ. അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുകയാണ്. അവനെക്കുറിച്ച് പറയുന്നത് അവൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, വെളിച്ചത്തിൽ നിന്ന് വെളിച്ചം, ദൈവത്തിൽ നിന്ന് സത്യദൈവം, അവൻ ജനിച്ചവനാണ്, നോട്ട് മെയ്ഡ്, ഉണ്ടാക്കപ്പെട്ടവനല്ല. വൺ ബീയിങ് വിത്ത് ദ ഫാദർ, അവൻ സത്തയിൽ പിതാവിനോട് ഒന്നാണ്. ഇതെല്ലാം പ്രകാരമാണോ എന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് ധൈര്യവും ഉറപ്പും ലഭിക്കുകയുള്ളൂ. കാരണം നമ്മുടെ വിശ്വാസ ജൽപ്പനങ്ങൾ അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനമല്ല എങ്കിൽ നമ്മുടെ ജൽപ്പനങ്ങൾ അത് വെറും ജൽപ്പനങ്ങളായി നിലനിൽക്കുകയാണ്, യാതൊരു ഫലവുമില്ല. എന്നാൽ അത് ദൈവവചനത്തിൽ നിന്നുള്ളത് ആകുന്നതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ നിസിയൻ ക്രീഡെല്ലാം ഉണ്ടാക്കപ്പെട്ടപ്പോൾ അന്നത്തെ കാലത്തും ഈ എബ്രായ ലേഖനത്തിൽ എഴുതിയ പോലെ തന്നെ എബ്രായ ലേഖനത്തിൻ്റെ വായനക്കാർക്കുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് അന്ന് സഭയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് സഭ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ദൈവഭക്തന്മാരായിട്ടുള്ള പിതാക്കന്മാരായിരുന്നു. നമ്മൾ സഭാചരിത്രം വായിക്കുമ്പോൾ അന്നത്തെ മഹാപണ്ഡിതന്മാരായിട്ടുള്ള ദൈവഭക്തന്മാർ, രക്ഷിക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ച ദൈവമക്കളുടെയൊക്കെയാണ് സംഭാവനയാണ് ഈ നിസിയൻ ക്രീഡ് പോലെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം തിരുവചനമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം
1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ദൈവിക സത്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ കർത്താവ് യേശുക്രിസ്തു ദ സൺ, പുത്രൻ, തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തിൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് എന്തു ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലുതുപാത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ചെയ്ത ഒരു പൂർത്തീകരിച്ച ഒരു പ്രവൃത്തിയാണ് പാപപരിഹാരം എന്ന് സത്യവേദ പുസ്തകത്തിൽ അത് പരിഭാഷപ്പെടുത്തി. എന്നാൽ നമ്മൾ POC ബൈബിളിൽ വായിക്കുമ്പോൾ ശുദ്ധീകരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ശുദ്ധീകരണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പരിഭാഷ എന്ന്. കാരണം ഉപയോഗിക്കുന്ന കാർത്തി എന്ന ഗ്രീക്ക് പദം അത് ശുദ്ധീകരിക്കുക, പ്യൂരിഫിക്കേഷൻ. കാരണം നമ്മൾ പഴയ നിയമത്തിലേക്ക് കടക്കുമ്പോഴും ദൈവസന്നിധിയിലേക്ക് കടക്കുമ്പോഴും വിശുദ്ധി ആവശ്യമാണ്, ശുദ്ധി ആവശ്യമാണ്, ക്ലീൻലിനെസ്, പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. ഒരുപാട് ന്യായപ്രമാണം അനുസരിച്ച് ഒരുപാട് ശുദ്ധീകരണത്തിൻ്റെ പ്രവർത്തികൾ ചെയ്താൽ മാത്രമേ ഒരു പുരോഹിതന് ദൈവസന്നിധിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പാപസംബന്ധമായ നമ്മളുടെ ശുദ്ധീകരിച്ചു എന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ചയിൽ അല്പം പരിഗണിക്കുകയുണ്ടായി. അതുമാത്രമല്ല, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. ഇത്ര വലിയ രക്ഷ. അപ്പോൾ ഇത്ര വലിയ രക്ഷ എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നിന്ന് മറ്റുള്ള വേദപുസ്തക വെളിപാടുകളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പുത്രനിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പൂർണ്ണ രക്ഷയാണ്, വലിയ രക്ഷയാണ്, അത് നിത്യമായ രക്ഷയാണ് എന്ന് ഞങ്ങളെ വിനീതമായി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ശുദ്ധീകരണമാണ്. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ശുദ്ധീകരണം. പുത്രൻ നമ്മളെ വേണ്ടി പാപസംബന്ധമായി ശുദ്ധീകരണം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ എത്ര വലിയ എന്തോരം നമ്മളിതിനെ കഴുകിയാലും നമ്മൾ ശുദ്ധരാക്കിയില്ല. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ശുദ്ധീകരണത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധിയുള്ളവരായി തീരുന്നത്. അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എബ്രായ ലേഖനത്തിൽ ഞാൻ ഇതെല്ലാം കോട്ട് ചെയ്യുന്നത് അത് പ്രായശ്ചിത്തം, ദൈവത്തിന് തൃപ്തികരമായ ഒരു പ്രായശ്ചിത്തം, ഒരു രക്തയാഗ ബലി ആവശ്യമായിരുന്നു. എന്നാൽ നമ്മൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ വിധേയനായത്. അതുപോലെ തന്നെ ഒരു പാപയാഗം അർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയോടുള്ള ബന്ധം, അതിൻ്റെ വിവിധ ആസ്പെക്ട്സ് എന്ന് പറയും. എന്തെല്ലാം ചെയ്താൽ മാത്രമേ പരിശുദ്ധനായ ദൈവത്തിന് ഒരു പാപിയായ മനുഷ്യനെ തൻ്റെ മകനാക്കി തീർക്കുവാൻ, തൻ്റെ അവകാശിയായി തീർക്കുവാൻ, തൻ്റെ പുത്രനോടുള്ള കൂട്ടായ്മയിലേക്ക് വിളിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് പൂർണ്ണ രക്ഷയാണ്. അതെല്ലാം പുത്രനാണ് ചെയ്തത്. അത് മനുഷ്യാവതാരവും ആവശ്യമായിരുന്നു, മരണം ആവശ്യമായിരുന്നു, അതിന് പ്രായശ്ചിത്തവും പാപയാഗം അർപ്പിക്കലും ആവശ്യമായിരുന്നു. അതെന്ത് ചെയ്തു? 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ കാര്യങ്ങൾ യേശുക്രിസ്തു തന്നെത്താൻ ഒരിക്കലായി അവൻ അർപ്പിക്കുകയുണ്ടായത്. ഒരിക്കലായി, വൺ സാക്രിഫൈസ്, വൺസ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഒരിക്കലായി കർത്താവ് യേശുക്രിസ്തു ചെയ്തു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ക്ലാസ് ആരംഭിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം, നമുക്ക് അതിനുവേണ്ടിയുള്ള മനസ്സ് നൽകണം. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചത് അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ്. ഒരു പാപിയായ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനവും ക്രിസ്തുവിൻ്റെ കാൽവരി യാത്രയെക്കുറിച്ചുള്ള പരിജ്ഞാനമൊക്കെ നമുക്ക് ലഭിക്കുന്നത് അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ചന്ദ്രനിലേക്ക് പോകുന്നു, മാർസിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, സാറ്റനിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ള മനുഷ്യൻ്റെ കഴിവും എല്ലാം നമ്മൾ ഓർക്കുമ്പോഴും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു അറിവും ജ്ഞാനവുമാണ് ദൈവം തൻ്റെ പുത്രനിൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കൽ. അത് ഇതിൽ അപാരമായിട്ടുള്ള ഒരു
അറിവാണ്, ഒരു ജ്ഞാനമാണ് എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്നു, കാൽവരി ക്രൂശിൽ കയറി, അവൻ അവിടെ അവൻ്റെ ജീവൻ കൊടുത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് ശക്തമായിട്ടും വ്യക്തമായിട്ടും അന്ന് അപ്പസ്തോലന്മാർക്ക് പറയാനും അത് വിശ്വസിച്ച് നമുക്ക് അത് പൂർണ്ണമാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം, പാപമുള്ളിടത്ത് പാപപരിഹാരിയുടെ ആവശ്യമില്ല ഇനി. കാരണം ഒരിക്കലായി കർത്താവായ യേശു ക്രിസ്തു അത് ചെയ്തതുകൊണ്ട്, ഒരിക്കലായി അവൻ തന്നെത്താൻ ചെയ്തുകൊണ്ട്, അവൻ്റെ യോഗ്യത കൊണ്ട്, അവൻ്റെ ക്വാളിഫിക്കേഷൻസ് കൊണ്ട് ഇങ്ങനെ നമുക്ക് പകരക്കാരനായി മരിക്കാൻ തക്കവണ്ണം ഏക വ്യക്തി പിതാവായി ദൈവം കണ്ടത് തൻ്റെ പുത്രൻ മാത്രമാണ്. അതുകൊണ്ടാണ് പുത്രൻ മനുഷ്യാവതാരം ചെയ്യേണ്ടി വന്നത്. അവൻ മനുഷ്യനായിട്ട് മരിക്കേണ്ടിയിരുന്നു, അതുകൊണ്ട് മനുഷ്യാവതാരത്തിൽ. അതെല്ലാം അത്ഭുതകരമായിട്ടുള്ള, ഈ റോക്കറ്റ് സയൻസിനേക്കാളും വലിയൊരു സയൻസാണ് ഈ രക്ഷാവിജ്ഞാനീയം. പരിശുദ്ധനായ ദൈവം പാപിയായ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള അറിവ്, കഴിവ്, അതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഈ റോക്കറ്റ് സയൻസിനേക്കും വലിയൊരു വിഷയം തന്നെയാണ് ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച്, അവൻ്റെ ഇത്ര വലിയ രക്ഷ മാത്രമല്ല ഇത്ര വലിയ രക്ഷകനും കൂടിയാണ് എന്ന് നമുക്ക് കാണാനും കഴിയും. ഇതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ നമ്മുടെ രക്ഷാനായകനാണ്. 5-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നത് നിത്യരക്ഷയുടെ കാരണഭൂതൻ. അതുകൊണ്ട് ഈ വ്യക്തിയിലുള്ള ഉതകുന്ന വിശ്വാസം, രക്ഷയ്ക്ക് ഉതകുന്ന വിശ്വാസം ഉള്ളവരായിരുന്നു ഈ എബ്രായ ലേഖനം, അല്ലെങ്കിൽ ഈ എബ്രായർക്ക് എഴുതിയ ഈ ഒരു സന്ദേശം അവർ വിശ്വസിക്കാനിടയായത്. ആ വിശ്വാസത്തിൽ എന്നാൽ പിൽക്കാലങ്ങളിൽ യഹൂദന്മാരിൽ നിന്ന് ഉണ്ടായ അതിക്രൂരമായ പ്രതിഷേധം കൊണ്ട് പലരും പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതേ മാറ്റമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഒരിക്കൽ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ അത് ഇന്ന് അതിനെതിരായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ രക്ഷയെക്കുറിച്ചും രക്ഷാനായകനെക്കുറിച്ചും അവൻ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നാളുകളിൽ ഈ പഠനം അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ എന്തു പറ്റും, ഇവിടെ പറയുന്ന ഈ വാണിംഗ് പാസേജസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടെന്നും കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുകൊള്ള ആവശ്യമാണ്. നമ്മൾ എന്താണ് കേട്ടത്? ഇന്ന് പലപ്പോഴും നമ്മളൊന്നും കേൾക്കാതെ ക്രിസ്ത്യാനികളായവരാണ്. നമ്മളൊന്നും കേട്ടിട്ടില്ല, ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടില്ല, ദൈവം ആരാണെന്ന് കേട്ടിട്ടില്ല, ഒന്നും കേൾക്കാതെ പാരമ്പര്യത്തിൽ നമ്മളിങ്ങനെ ജനിച്ചു വളർന്ന് അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ എബ്രായ ലേഖനത്തിൻ്റെ വായനക്കാർ അവർ യഹൂദന്മാരായിരുന്നു, മിക്കവാറും കൂടുതലും യഹൂദന്മാരായിരുന്നു. അവർ ദൈവത്തെ അറിയാവുന്നവർ, ദൈവവചനം അറിയാവുന്നവരായിരുന്നു. അവർ അപ്പസ്തോലന്മാർ അവരിൽ പ്രവർത്തിച്ചു, സുവിശേഷം അറിയിച്ചു, അവർ കേട്ടു, അത് വിശ്വസിച്ചു, അവർ ക്രിസ്ത്യാനികളായി മാറി. എന്നാൽ അവർ പിന്നെയും അവരോട് പറയുകയാണ്, നിങ്ങൾ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം നമ്മൾ അതിൻ്റെ സത്തയിൽ വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എബ്രായ ലേഖനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ 2-ാം അധ്യായത്തിൻ്റെ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. നമ്മൾ കരുതിക്കൊള്ളുന്ന സാധനമാണ് ഏറ്റവും മൂല്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ വിശ്വാസം, രക്ഷ എന്നുള്ളത്, ഇത്ര വലിയ രക്ഷ എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇറ്റ് ഈസ് മെഗാ സാൽവേഷൻ. മെഗാ എന്ന് പറഞ്ഞാൽ വലുതാണ്, വലിയ സാൽവേഷൻ. അതുപോലെ നമുക്ക് നമ്മുടെ രക്ഷകനും അതുപോലെ പുത്രനാണ്, ദൈവപുത്രനാണ്. അതെല്ലാം നാം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊണ്ടില്ല എങ്കിൽ നമ്മൾ ഒഴുകി പോകും. ഇന്നെല്ലാം ഇന്ന് സഭകളെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുക.
അതിൻ്റെ മൂല്യങ്ങളിൽ നിന്ന്, വിശ്വാസ സത്യങ്ങളിൽ നിന്ന്, വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വിട്ട് നമ്മൾ പോയി. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്ന് ഞങ്ങൾ ഓർപ്പിക്കാം. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിസ്യൻ ക്രീഡിൽ വായിക്കുമ്പോൾ അവൻ വീണ്ടും വരും, ആ മഹത്വത്തിൽ വീണ്ടും വരും. എന്തിനു വേണ്ടിയാണ്? ടു ജഡ്ജ് ദി ലിവിങ് ആൻഡ് ദി ഡെഡ്. ജീവിക്കുന്നവരെ മരിച്ചവരെയും അവൻ വിധിക്കാൻ മഹത്വത്തിൽ വരും. അതുമാത്രമല്ല, ആൻഡ് ഹിസ് കിങ്ഡം വിൽ ഹാവ് നോ എൻഡ്. അങ്ങനെ വന്ന് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ രാജ്യം, നിത്യമായ രാജ്യം സ്ഥാപിക്കും എന്നുള്ളതും വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗ്യമാണ്. എന്നാൽ ഇന്ന് സഭാ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന്, അത് ജാതി മത വ്യത്യാസമില്ലാതെ ചെകുത്താനെ പോലും കൂട്ടുപിടിക്കാൻ അവർ തയ്യാറാണ്. എന്തിനു വേണ്ടിയാണ്? അവരുടെ അജണ്ട അവരാണ്, സഭയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിലേക്കാണ് മനുഷ്യരുണ്ടാക്കുന്ന, ഇന്നത്തെ ഈ മത നേതാക്കന്മാർ സംഘടിച്ചുണ്ടാക്കാൻ പോകുന്ന ആ ദൈവരാജ്യത്തിലേക്കാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് അബദ്ധമാണ്, തെറ്റാണ്. അതുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി, അതിൻ്റെ ഉത്ഭവം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി, വേദപുസ്തകം നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ പറയുന്ന ഈ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ ഒഴുകി പോകാൻ സാധിക്കും. ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ പാപപരിഹാരകൻ, നമ്മുടെ രക്ഷാനായകൻ, നമ്മളുടെ നിത്യരക്ഷയുടെ കാരണഭൂതനായ പുത്രൻ മനുഷ്യാവതാരത്തിൽ നമുക്ക് പാപപരിഹാരം വരുത്തി ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എല്ലാ പാപത്തിനും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവനിന്ന് മഹത്വത്തിൽ ജീവിക്കുകയാണ്. അതാണ് നമ്മളുടെ ലക്ഷ്യം. ആ മഹത്വത്തിൽ ജീവിക്കുന്ന ആ കർത്താവിനെ പ്രീതിപ്പെടുത്തുക, സ്നേഹിക്കുക, സേവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അല്ലാതെ ഈ സഭകൾ പഠിപ്പിക്കുന്നത് പോലെ അവരെ ശുശ്രൂഷിച്ചാൽ, ഈ സഭയും സഭയിൽ നടക്കുന്ന അവരുടെ നിയമങ്ങളും അവരുടെ അജണ്ടയും നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നു. അത് അബദ്ധമാണ്, അത് ഒഴുകിപ്പോക്കാണ് എന്നോർപ്പിക്കാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. ഇതിന് ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ഒരു വാക്യം കൂടി വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഇബ്രാഹിം 11-ാം വാക്യം. അവിടെ വിശ്വാസവീരന്മാരെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഇവിടെ നൽകിയിരിക്കുകയാണ്. അത് നോഹയെക്കുറിച്ച് പറയുമ്പോൾ, നോഹയ്ക്ക് അവൻ അന്നുവരെ കാണാത്ത, അവനെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു പേടകം അവനുണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട്. അപ്പോൾ രക്ഷ എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. വാട്ട് ഈസ് സാൽവേഷൻ എന്നുള്ളത്. അന്ന് ജലപ്രളയത്തിൽ നിന്നുള്ള രക്ഷ തന്നെയാണത്. എന്നാൽ അത് നിത്യമായ രക്ഷയല്ല, പാപക്ഷമയല്ല, എന്നാൽ അതിനുള്ളൊരു മുഖാന്തരമാണ്. അതുകൊണ്ട് നാം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുന്നതനുസരിച്ച് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നോഹയെപ്പോലെ നമുക്കും രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നിന്ന്, ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ നിന്ന് ദൈവമക്കളായി തീരുവാനായിട്ട് ഈ അറിവ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടുത്തെ ക്ലാസ് അല്പം നേരത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിനൊരു സമ്മറി നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തൻ്റെ വാണിംഗ് നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ, കേട്ടത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ കേട്ടുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. നമ്മുടെ പാപ പരിഹാരാർത്ഥം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും
അവൻ ഒരിക്കലായി നമുക്ക് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മൾ കേൾക്കേണ്ടത്, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ നമുക്ക് കേട്ടു നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഒഴുകിപ്പോകാതിരിക്കാൻ കരുതിക്കൊള്ളുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട വിഷയം. ബൈബിൾ ക്ലാസ്സുകളുടെ പലരോട്ടും ബൈബിൾ ചിത്രം മലയാളം കൂട്ടായ്മയുടെ ഒരു പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ്. നിങ്ങളെ രക്ഷയിലേക്ക് നിങ്ങൾ വചനം കേൾപ്പിക്കുക, സുവിശേഷം കേൾപ്പിക്കുക, വിശ്വസിച്ചവർക്ക് പിന്മാറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം, വീണ്ടും മറക്കാതിരിക്കാൻ തക്കവണ്ണം എല്ലാ പ്രാവശ്യവും ഓർപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച ഒരു വിഷയമാണ്. ഞങ്ങളുടെ ഒരു കർത്തവ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കിയാണ്. അതുകൊണ്ട് ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള 4 വരെയുള്ള 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ചെയ്ത ദൈവം, പരിശുദ്ധനായ ദൈവം തൻ്റെ ന്യായവിധികൾ അത് മുന്നമേ പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ദൂതന്മാർ മുഖാന്തരം നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ സ്റ്റീഫാനോസിൻ്റെ പ്രസംഗത്തിൽ ന്യായപ്രമാണം നൽകിയ സമയത്ത് ഒരു ദൂതനുണ്ടായിരുന്നു അവിടെ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കേട് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് ദൈവം ചെയ്ത നിയമങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അതിന് തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ട് ദൈവത്തിന് അനുസരണക്കേടിന്. അതുപോലെ തന്നെ 3-ാം വാക്യത്തിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളും തന്നെ ഇഷ്ടപ്രകാരം പരിശ്രമം നൽകിക്കൊണ്ടും സാക്ഷി നിന്നവർ കേട്ട് നാം ഉറപ്പിച്ചെന്നുമായ ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചേർന്ന ഒരു വാക്യമാണ്. പരിശുദ്ധാത്മാവിനെ നൽകി കൃപാവരങ്ങൾ നൽകിയിരിക്കുന്ന സഭയ്ക്കാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളിലും അപ്പസ്തോലന്മാരുടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളിലും വചനം സ്ഥിരമായിരിക്കുകയാണ്. അപ്പം അങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയും അത് നടക്കും, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നാം പ്രവേശിക്കണം. ഇതിനെക്കുറിച്ച് 4-ാം വാക്യത്തിൽ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, നമ്മുടെ ആത്മരക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, അതിനെ ഈസാവിനെ പോലെ തൻ്റെ ജന്മാവകാശം വിറ്റവരും ബലിയാമിനെ പോലെ തൻ്റെ പണത്തിനു വേണ്ടി അവന് ഇസ്രായേലിനെ ശപിക്കാൻ പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ നമ്മുടെ മൗലിക അവകാശം, രക്ഷ എന്ന മൗലിക അവകാശം, ദൈവം ദാനമായി നൽകുന്ന ഈ കാര്യം അത് നമ്മൾ ഗണ്യമാക്കാതെ പോകരുത്. എന്ന് പറഞ്ഞാൽ ഗണ്യമാക്കണം, അതിനെക്കുറിച്ച് കരുതിക്കൊള്ളണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ വിരാമിടുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വീഴാതിരിക്കാൻ തക്കവണ്ണം, ഞങ്ങൾ ഒഴുകിപ്പോകാതിരിക്കാൻ തക്കവണ്ണം, ഞങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ തക്കവണ്ണം, കർത്താവ് പിതാവ് പുത്രൻ നൽകിയ വലിയ രക്ഷ അത് മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം, പ്രത്യാശാ വിഷയങ്ങൾ അതേ മുറുകെ പിടിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.